CPIM കാഞ്ഞിരപ്പള്ളി ഏരിയ സമ്മേളനത്തിന് കാഞ്ഞിരപ്പള്ളിയിൽ പ്രൗഢോജ്വലമായ തുടക്കം. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ 26-ന് ഉദ്ഘാടനം ചെയ്യും. പ്രതിനിധി സമ്മേളന നഗറിൽ ഉയർത്തുവാനുള്ള ദീപശിഖ റാലിയോടെയാണ് രാവിലെ സമ്മേളനത്തിന് തുടക്കമായത്. കാഞ്ഞിരപ്പള്ളി ആനക്കല്ലിലുള്ള PI തമ്പിയുടെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും ലോക്കൽ സെക്രട്ടറി TK ജയൻ ക്യാപ്റ്റനായി ഏറ്റുവാങ്ങിയ ദീപശിഖ റാലി സമ്മേളന നഗറായ കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ മുതിർന്ന നേതാവ് PN പ്രഭാകരൻ ഏറ്റുവാങ്ങി. തിരിതെളിച്ചതോടെയാണ് തുടക്കമായത്. CPIM കാഞ്ഞിരപ്പള്ളി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ജില്ലാ സെക്രട്ടറി AV റസൽ ഉദ്ഘാടനം ചെയ്തു. സമകാലീനമായ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളും നമുക്ക് വിലയിരുത്തേണ്ടതുണ്ട്. എന്നാൽ പാർട്ടി സംസ്ഥാന കമ്മിറ്റി പ്രധാനമായും ഈ സമ്മേളനങ്ങളെ സംഘടനാപരമായ പരിശോധനയ്ക്ക് ഊന്നൽ കൊടുക്കണം എന്ന് കാണുന്നു. സാർവദേശീയ ദേശീയ രാഷ്ട്രീയ സാഹചര്യങ്ങളും നമ്മുടെ സംസ്ഥാനത്തെ സാഹചര്യങ്ങളും അതുപോലെയുള്ള പൊതുവായ സാമൂഹിക പ്രശ്നങ്ങളെ എല്ലാം ഉൾക്കൊള്ളിക്കുന്ന 24-ാം പാർട്ടി കോൺഗ്രസിൽ അവതരിപ്പിക്കാൻ പോകുന്ന രാഷ്ട്രീയ പ്രമേയത്തിൻ്റെ കരട് ഇപ്പം ജനുവരി മാസത്തിൽ നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടി എത്തുകയാണ്. രാഷ്ട്രീയ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള മാറി വരുന്ന സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ നമ്മുടെ പാർട്ടിയുടെ നിലപാടെന്താണ് എന്ന് കൃത്യമായി വിശദീകരിക്കുന്ന രാഷ്ട്രീയ പ്രമേയം, അതിൽ നമ്മളെല്ലാം പങ്കെടുക്കുന്ന ഉൾപാർട്ടി ചർച്ച, അതിലൂടെയാണ് നമ്മുടെ ജനാധിപത്യപരമായ പ്രക്രിയ പൂർത്തിയാവുന്നത്. ഏരിയ സെക്രട്ടറി K രാജേഷ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഏരിയയിലെ 13 ലോക്കൽ സമ്മേളനങ്ങളിൽ നിന്നും തെരഞ്ഞെടുത്ത 150 പ്രതിനിധികളും ഏരിയ കമ്മിറ്റി അംഗങ്ങളുമാണ് 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. മുതിർന്ന നേതാക്കളായ KJ തോമസ്, PN പ്രഭാകരൻ, ജില്ലാ നേതാക്കളായ TR രഘുനാഥൻ, റെജി സക്കറിയ, P ഷാനവാസ്, KM രാധാകൃഷ്ണൻ, ലാലിച്ചൻ ജോർജ്, കൃഷ്ണകുമാരി രാജശേഖരൻ, ഷമീം അഹമ്മദ് എന്നിവർ പങ്കെടുത്തു. ഞായറാഴ്ചയും തുടരുന്ന സമ്മേളനത്തിൽ പുതിയ ഏരിയ കമ്മിറ്റിയെയും ഏരിയ സെക്രട്ടറിയെയും സമ്മേളനം തിരഞ്ഞെടുക്കും. 26-ാം തീയതി നടക്കുന്ന പൊതുസമ്മേളനവും പുതിയ ഏരിയ കമ്മിറ്റി ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനവും CPIM പോളിറ്റ് ബ്യൂറോ അംഗവും മുഖ്യമന്ത്രിയുമായി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും.